പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി മുതൽ ഡ്രോണുകൾ പറന്നുയരും. ഡ്രോൺ നിർമ്മാണത്തിനും പറത്തലിനും പരിശീലനം നൽകുമെന്ന് ഹൈബീഡൻ MP. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് ഡ്രോൺ നിർമ്മിക്കുന്നതിനും പറപ്പിക്കുന്നതിനും പരിശീലനം നൽകുന്ന പദ്ധതി ആരംഭിക്കുമെന്ന് ഹൈബീഡൻ MP പറഞ്ഞു. വിദ്യാലയത്തിൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവെയാണ് MP ഇക്കാര്യം പറഞ്ഞത്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം. ഈ മാസം 18-ന് നടക്കുന്ന +2 പ്രവേശനോത്സവ ദിനത്തിൽ ഡ്രോൺ എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്നും MP പറഞ്ഞു. കേരളത്തിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എയറോസ്പേസ് ടെക്നോളജി, ഡ്രോണുകൾ നിർമ്മിക്കുന്നതിലും ഡ്രോണുകൾ ഉപയോഗിച്ച് ആ ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ വിമാനങ്ങൾ പറത്താനും അതിൻ്റെ എക്സിബിഷനും ഡ്രോണുകൾ എങ്ങനെ പൊതു സമൂഹത്തിന് പ്രയോജനകരമായി മാറും എന്നുള്ളത് കോവിഡ് കാലത്തും പിന്നീടുമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എയറോസ്പേസ് ടെക്നോളജി ആൻഡ് റോബോട്ടിക്സ് അതിൻ്റെ ഒരു ഇന്നോവേഷൻ ലാബ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പറവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് +1 കുട്ടികളുടെ പ്രവേശനോത്സവം നടക്കുമ്പോൾ അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി അവരുടെ കൂടി ഒരു എക്സിബിഷൻ കൂടി നടത്തണമെന്ന് അനൂപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ 18-ാം തീയതി നമ്മുടെ +1 വിദ്യാർത്ഥികൾ പ്രവേശനം നടത്തുമ്പോൾ നിങ്ങൾ ഒരു ക്ലാസ് മുറി അവർക്ക് വേണ്ടി അനുവദിക്കണം. അതിൽ നമ്മൾ കൂടുതൽ ഫണ്ടുകൾ അനുവദിച്ച് അതിൻ്റെ ഒരു ലബോറട്ടറിയായി കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്ന കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്ന തരത്തിലേക്ക് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഇതിൽ താല്പര്യമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ടോയ്സ് മാനുഫാക്ചറിങ് നടത്തുന്ന ആവശ്യമുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ്, അല്ലെങ്കിൽ എക്സ്പോർട്ടിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂടി സാധ്യതകൾ അവർ പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് റോബോട്ടിക്സ് ഇന്നോവേഷൻ ലാബിൻ്റെ കൂടി പ്രഖ്യാപനം 18-ാം തീയതി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നടത്തും എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹവാത്സല്യങ്ങൾക്ക്